ഹായ് മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കിടിലൻ ചോദ്യമാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം. സോ ഫിനാൻഷ്യൽ ഡിസിഷൻസിന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, രണ്ടാമതായിട്ട് ഫിനാൻസിംഗ് ഡിസിഷൻ, മൂന്നാമതായിട്ട് ഡിവിഡൻഡ് ഡിസിഷൻ. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേമിന്റെ വാല്യൂബിൾ ആയിട്ടുള്ള ഫണ്ട്സിനെ ലോങ് ടേമിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ഷോർട്ട് ടേമിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഷോർട്ട് ടേമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് എന്ന് വിളിക്കുന്നു. സോ ഇത് ലോങ് ടേമിലേക്ക് എത്ര ചെയ്യണം, ഷോർട്ട് ടേമിലേക്ക് എത്ര ചെയ്യണം എന്ന് സംബന്ധിക്കുന്ന ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഫിനാൻസിംഗ് ഡിസിഷൻ ആണ്. ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേമിന്റെ ക്യാപിറ്റലിൽ ബോറോഡ് ഫണ്ട് ഉണ്ടായിരിക്കും, ഓൺഡ് ഫണ്ട് ഉണ്ടായിരിക്കും. ബോറോഡ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ഡെപ്റ്റ് ആണ്, ഓൺഡ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇക്വിറ്റി ആണ്. സോ ഒരു ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റലിൽ എത്രയാണ് ബോറോഡ് ഫണ്ട് വേണ്ടത്, എത്രയാണ് ഓൺഡ് ഫണ്ട് വേണ്ടത്, ഇതിന്റെ പ്രപ്പോർഷൻ. സോ ഇത് സംബന്ധിക്കുന്ന ഡിസിഷനാണ് ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന് സപ്പോസ് പ്രോഫിറ്റ് ഉണ്ടായി. ഈ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം ഡിവിഡൻഡ് ആയിട്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ റീറ്റേൺഡ് ഏർണിങ്സ് ആയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കും. സോ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എത്രയാണ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ റീറ്റേൺ ഏർണിങ്സ് ആയിട്ട് എത്രയാണ് മാറ്റി വെക്കേണ്ടത്, ഇത് സംബന്ധിക്കുന്ന ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് ഡിസിഷന്റെയും ഫാക്ടേഴ്സും പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും 4 മാർക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ വി കെ റുസാലി. ബൈ ബൈ ഗൈസ്.